ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കുഴയ്ക്കാൻ പോവുകയാണ്. പഞ്ചസാര മുട്ടയൊന്നും ചേർക്കുന്നില്ല. അതിനകത്ത് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ കുഴയ്ക്കുന്നത്, എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇവിടെ ഞാൻ മൈദ കുഴച്ച് വെച്ചേ. ഇനി ഞാൻ ഇതിന് മേലെ ഇച്ചിരി എണ്ണ ഒന്ന് അപ്ലൈ ചെയ്യുവാണ്. ഇനി ഇതൊരു 1 അവർ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. നമ്മളിവിടെ കുഴച്ച് വെച്ച് മാവ് നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ട ഉണ്ടാക്കാം. ഞാനിതുപോലെ മാവെടുത്ത് പരത്തി ഞാനൊരു നൈഫും കൊണ്ട് ഇതുപോലെ സ്ട്രൈപ്സ് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഇത് റോൾ ചെയ്യണം. ഇനി ഞാൻ ഓരോന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ മാവ് പരത്താൻ നേരത്തെ ഒത്തിരി പ്രസ് ചെയ്ത് പരത്താൻ പാടില്ലേ. കണ്ടോ, ലെയറായിട്ട് വരുന്നത്. ഒന്ന് ലൈറ്റായിട്ട് എണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ലെയറായിട്ട് വരുന്നുണ്ട്. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിലേ ഉണ്ടാക്കാവൂ. അങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നല്ല ചൂടാണ്. നല്ല കിടലൻ പൊറോട്ട. ഞാനത് മുട്ടയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. എണ്ണയും ഇല്ലാതെ കുഴച്ചത്. നോക്കൂ, നല്ല ലെയർ പൊറോട്ട, നല്ല സോഫ്റ്റ് പൊറോട്ട. നമ്മുടെ സോഫ്റ്റ് ലെയർ പൊറോട്ട സൂപ്പർ. കിടലൻ പൊറോട്ട. നിങ്ങൾ ഇതേ മെത്തേഡിൽ പൊറോട്ട ഉണ്ടാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like, share and subscribe my channel. Thank you.